രേണുസുതിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ലാസ്റ്റ് വീഡിയോ ആണ്. ഇനി ഞാൻ രേണുസുതിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കോണ്ടന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത്രയും നാളും രേണുസുതിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും രേണുസുതിയുമായിട്ട് ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ഈ പറഞ്ഞിട്ടുള്ള കോൺട്രവേഴ്സിയോ കാര്യങ്ങളോ വരുന്ന സമയത്ത് മാത്രമാണ് ഞാൻ വീഡിയോസ് ചെയ്തിട്ടുള്ളത്. ഇപ്പം രേണുവിൻ്റെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ അത് ശരിയെന്ന് കാണിച്ചു തന്നെ സംസാരിക്കും. എന്തെങ്കിലും തെറ്റായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തെറ്റെന്ന് ചൂണ്ടിക്കാട്ടിയിട്ട് തന്നെ സംസാരിച്ചിട്ടുള്ളത്. അപ്പം ഇപ്പം നമുക്കറിയാം രേണുവിന് 4th സ്റ്റേജിൽ ക്യാൻസർ പിടിക്കപ്പെട്ട് നിൽക്കുന്ന അവസ്ഥയാണ്. അപ്പം കഴിഞ്ഞ ദിവസം വരെ ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോ രേണുവിനെ പറ്റി ചെയ്തിട്ടുണ്ടായിരുന്നു. രേണുസുതിയുമായിട്ട് ബന്ധപ്പെട്ട് സബ്സ്ക്രിപ്ഷൻ വന്ന സമയത്ത് പോലും ഞാൻ രേണുവുമായിട്ടുള്ളൊരു കോണ്ടന്റ് സ്റ്റോപ്പ് ചെയ്തതാണ്. പിന്നെ രേണുവിന് ക്യാൻസറാന്ന് പറഞ്ഞ സമയത്ത് ഈ പറഞ്ഞതുപോലെ അവർ മുമ്പേ വിമർശിച്ചിട്ടുള്ളതെല്ലാം ഞാനതൊക്കെ നമ്മൾ വിട്ടു. അതൊരു കോണ്ടന്റ് എന്നുള്ളൊരു രീതിയിൽ അതൊക്കെ വിട്ടു. വിമർശനങ്ങളൊക്കെ മാറ്റി അവർക്ക് ഞാൻ അവരുടെ വീഡിയോയുടെ അടിയിൽ ഞാൻ മെസ്സേജ് വരെ ഇട്ടിട്ടുള്ള വ്യക്തിയാണ്. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സുഖം പ്രാപിക്കാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കിച്ചുവുമായിട്ടുള്ളൊരു വിഷയം വന്നതിന് ശേഷമാണ് വീണ്ടും ഞാൻ അവർക്കെതിരെ ആ ഒരു കോണ്ടന്റ് ചെയ്യാൻ തുടങ്ങിയത്. കഴിഞ്ഞ ദിവസം കൊണ്ട് ഞാൻ അത് സ്റ്റോപ്പ് ചെയ്ത് വേറൊന്നുമല്ല. ഞാനൊരു ഡോക്ടറുമായിട്ട് ഒരു ചാറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചാറ്റിനകത്ത് കുറച്ച് കാര്യങ്ങൾ ഞാൻ അങ്ങോട്ട് ചോദിച്ചു. ഈ 4ാമത്തെ സ്റ്റേജിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് എത്രത്തോളം ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കും, അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഒരു ക്യാൻസർ പേഷ്യൻ്റ് എന്ന നിലയ്ക്ക് 4ാമത്തെ ബ്രസ്റ്റ് ക്യാൻസർ 4ാമത്തെ സ്റ്റേജായ ഒരാളുടെ അവസ്ഥ, സിറ്റുവേഷൻ, ഫിനാൻഷ്യൽ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചോദിച്ചു. കുറേ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇതൊന്നും രേണുവിന് ചിലപ്പോൾ ഇതിനെ പറ്റിയിട്ട് നല്ല ധാരണ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം പുള്ളിക്കാരി ഇപ്പോഴും ആ ഒരു സോഷ്യൽ മീഡിയയിൽ കോൺട്രവേഴ്സിയും കാര്യങ്ങളും ഉണ്ടാക്കാനായിട്ട് തന്നെ ശ്രമിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഡോക്ടർ പറഞ്ഞത് വെച്ച് എനിക്ക് ആ ഡോക്ടർ പറഞ്ഞത് കേട്ടിട്ട് എനിക്ക് കുറേ കാര്യങ്ങൾ ഞാൻ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു. അതിലൂടെ ഞാനൊരു കാര്യം ചിന്തിച്ചു, അവരവരുടെ വഴിക്ക് പോട്ടെ. അവരിനി എന്ത് സോഷ്യൽ മീഡിയയിൽ എന്ത് വന്ന് പറഞ്ഞാലും എന്ത് വന്ന് കാണിച്ചാലും അവരെ ഇനി നമ്മൾ വിമർശിക്കാൻ പോകുന്നത് ശരിയല്ല എന്ന് എനിക്കൊരു തോന്നൽ, എനിക്കൊരു ചിന്ത വന്നു. എന്തൊക്കെ പറഞ്ഞാലും അവർക്കൊരു ഈ പറഞ്ഞിട്ടുള്ളൊരു ആർക്കും വരരുതേ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന ഒരു അസുഖമാണ് അവർക്ക് പിടിപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ ഒരു ഗൗരവം അവർക്ക് അറിയാത്തതുകൊണ്ടായിരിക്കാം. ചിലപ്പം അവരെ വെച്ച് പല ആളുകളും ഉപയോഗിക്കുന്നുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഇപ്പോഴും വീണ്ടും വീഡിയോസിലൂടെ വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ എനിക്ക് രേണു കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ചെറിയൊരു ഭാഗം ഞാൻ ഇവിടെ വെക്കാം. വെച്ചതിന് ശേഷം ഞാൻ കുറച്ച് കാര്യങ്ങളും കൂടെ ഇവിടെ വെക്കാൻ, ഞാൻ ഡോക്ടറുമായിട്ട് ചാറ്റ് ചെയ്തതിൻ്റെ 1-2 ഡോക്ടർ റിപ്ലൈ ചെയ്യുന്നതിൻ്റെ ഒരു മറുപടി ഞാൻ ഇവിടെ വായിക്കാം. അപ്പം രേണുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ ഒരു ലാസ്റ്റ് വീഡിയോ ആണ്. കാരണം ഇനി അവർക്ക് നല്ലത് വന്നാലോ അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള മോശം വന്നാലോ ഒന്നിനും വിമർശനത്തില്ല. അവരവരുടേതായ വഴിക്ക് വിടാനാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. കാരണം അവരെന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടട്ടെ, അവരെന്തെങ്കിലുമൊക്കെ പറയട്ടെ, ആ ഒരു മൈൻഡോടുകൂടി കാണുക. കാരണം അവർക്ക് ഈ പറഞ്ഞുള്ളൊരു അസുഖം വന്ന് നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറമാണ്. ഒരു 4th സ്റ്റേജ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെയുള്ളൊരു സിറ്റുവേഷൻ അല്ല അത്. അവർക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരുപാട് ഇതിലൂടെയാണ് ഇപ്പോൾ അവർ കടന്നു പോകുന്നതെന്ന് കഴിഞ്ഞ ദിവസം ആ ഡോക്ടറുമായിട്ട് സംസാരിച്ചതിൽ നിന്ന് എനിക്ക് വ്യക്തമായൊരു കാര്യമാണ് കേട്ടോ. ഞാനും അവരെ ഒരുപാട് വിമർശിച്ചിട്ടുള്ള ആളാണ്. പക്ഷേ ഇനിയെങ്കിലും നമ്മൾ അവരെന്തെങ്കിലും വന്ന് പറഞ്ഞ് പോട്ടെ എന്നുള്ളൊരു രീതിയിൽ പോവുക. അവരെ വഴിക്ക് വിടാനാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം രേണു കഴിഞ്ഞ ദിവസം പങ്കുവച്ച വീഡിയോയുടെ തമ്പനയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബഹുമാനപ്പെട്ട കോടതിയോട് ക്യാൻസർ 4th സ്റ്റേജ് ബാധിതയായ ഞാൻ മരിച്ചാൽ എൻ്റെ മകൻ ഋതുൽദാസിൻ്റെ പൂർണ്ണ അവകാശം തങ്കച്ചൻ PG കുഞ്ഞുജ തങ്കച്ചൻ, രമ്യ ലിബു എന്നിവർക്ക് മാത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം രേണുസുതിയുടെ ഫാമിലിക്ക് മാത്രമാണ് ആ കുഞ്ഞിൻ്റെ അവകാശം എന്നാണ് രേണുസുതി ഒരു വീഡിയോയുടെ തമ്പനയിലും അതുപോലെ ആ വീഡിയോയിലും പറയുന്നത്. ആ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് തരാം, നിങ്ങളൊന്ന് കേട്ട് നോക്കുക. ഞാൻ ആദ്യം തന്നെ പറയട്ടെ, എന്തൊക്കെ പറഞ്ഞാലും ഇപ്പം മാതാവോ പിതാവോ 2 പേരും മരണപ്പെട്ട് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ അവകാശം സ്വാഭാവികമായിട്ട് മാതാവിൻ്റെയോ അല്ലെങ്കിൽ പിതാവിൻ്റെയോ ഉത്തരവാദിത്വത്തിലായിരിക്കണം, കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വത്തിലായിരിക്കണം ആ കുഞ്ഞ് പിന്നെ വളരേണ്ടത്. അതിന് 2 വീട്ടുകാർക്കും തുല്യ അവകാശമുണ്ട്. അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള കോടതിയിൽ നിന്ന് എന്തെങ്കിലും വിധി വരണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് കാരണത്താലാണ് ആ കുഞ്ഞിനെ അങ്ങോട്ട് കൊടുക്കരുത് എന്ന് പറഞ്ഞതിനൊക്കെ ഉള്ളൊരു തെളിവും കാര്യങ്ങളൊക്കെ വേണം.
അല്ലാതെ അതിനകത്ത് ചുമ്മാ ഈ പറഞ്ഞ പോലെ കോടതിക്ക് അയാളെ കാണരുത്, അല്ലെങ്കിൽ ചെറുക്കനെ കാണരുത്, ഇന്നയുടെ വീട്ടിൽ പോലും അങ്ങനെയൊന്നുമില്ല. മാത്രമല്ല ആ കുഞ്ഞിന് പ്രായപൂർത്തി 18 വയസ്സായി കഴിഞ്ഞാൽ പോലും ആ കുഞ്ഞിന് പിന്നെ തീരുമാനിക്കാം ഞാൻ എവിടെ നിൽക്കണം, ഞാൻ ആരെ കാണണം, എങ്ങനെ കാണണം എന്ന്. പിന്നെ അവൻ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വരുമ്പോഴത്തേക്ക് ചിലപ്പം അത് വേറൊരു രീതിയിലേക്ക് പോകും. അപ്പം രേണു ആ പറഞ്ഞതിനോടൊന്നും എനിക്ക് താല്പര്യമില്ല. പിന്നെ പുള്ളിക്കാരിയോട് എനിക്ക് തോന്നിയത് ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് ആരൊക്കെയോ മാനിപ്പുലേറ്റ് ചെയ്ത് പുള്ളിക്കാരിയെ കൊണ്ട് പറയിപ്പിച്ച പോലെ വീണ്ടും ഓരോരോ കോൺട്രവേഴ്സിയും കാര്യങ്ങളും കൊണ്ടുവരാനെ കൊണ്ട്, ചർച്ച ചെയ്യാനെ കൊണ്ട്, ഈ പറഞ്ഞ പോലെ കിച്ചു അവകാശമായിട്ട് വീണ്ടും വരുമോ, ഇനി കൊല്ലം സുധിയുടെ വീട്ടുകാർ അവകാശമായിട്ട് വരുമോ എന്നൊക്കെ ഉള്ളൊരു വീണ്ടും ചർച്ചകൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടിടാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ഒരു ചർച്ച, ഈ ഒരു കോൺട്രവേഴ്സി ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പോകണം എന്ന് ഇതിൻ്റെ പുറകിൽ ആരൊക്കെയോ രേണുവിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന പോലെ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതിന് വേണ്ടിയിട്ട് പുള്ളിക്കാരിയെ കൊണ്ട് ചെയ്യിപ്പിച്ചതും ആവാമെന്നൊരു സംശയം ഇത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് അങ്ങ് തോന്നി. എന്തോ ആണെങ്കിലും ഞാൻ ഒന്നും പറഞ്ഞില്ല. രേണുസുധിയുമായിട്ട് ഇപ്പം ഒരുപാട് ആളുകൾ വീണ്ടും രേണുസുധിയെ വലിച്ചൊട്ടിച്ച് വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ. ഞാൻ എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള കാര്യം പറയുകയാണ്. ഞാനിനി രേണുവുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ഇടുന്നില്ല. കാരണം നമ്മൾ ഈ വീഡിയോ ഇട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഏണിങ്സ് ഒരു കാരണവശാലും നമുക്കോ നമ്മുടെ ഫാമിലിക്കോ അത് ഒട്ടും ആപ്റ്റല്ല. അത് കഴിക്കുമ്പം തന്നെ ഞാൻ രേണുസുധിയുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ റീസെൻ്റായിട്ട് 1-2 വീഡിയോസ് ഇട്ട് കഴിഞ്ഞിട്ടും ഞാനിങ്ങനെ ചിന്തിച്ചു. കാരണം ആ ഒരു അസുഖം വെച്ച് അവരെ ഇനി വിമർശിക്കുന്നത് അത് ഒരു ശരിയായിട്ടുള്ള കാര്യമാണോ? അവരെന്തെങ്കിലും കാണിച്ചു പോട്ടെ. ചിലപ്പോൾ അവരെ വിവരക്കേട് കൊണ്ടായിരിക്കാം, ചിലപ്പോൾ അവർക്ക് അറിയാത്തതുകൊണ്ടായിരിക്കും. ഈ അസുഖത്തിനോടുള്ളൊരു സീരിയസ്നെസ്, ഗൗരവം, അതുകൊണ്ടാണല്ലോ സീമാജി നായരുമായിട്ടുള്ള ഫോട്ടോ, ഈ അസുഖത്തിൻ്റെ സീരിയസ്നെസ് അവർക്ക് അറിയാത്തതുകൊണ്ടായിരിക്കാം, ആരും പറഞ്ഞു കൊടുത്തിട്ടില്ലായിരിക്കാം. ഫോട്ടോ ഇത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് ICUവിൽ നിൽക്കുന്ന ഫോട്ടോയായിട്ട്, ഒരു മനുഷ്യനെയും പുറത്തുനിന്ന് അകത്തോട്ട് കയറ്റാത്ത ICUവിൽ അവിടെ സീമാജി നായർ എങ്ങനെ കയറി എന്നുള്ളൊരു ചോദ്യം വരെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ അവർക്ക് അറിയാത്തതുകൊണ്ടായിരിക്കാം. അപ്പം ഞാനിവിടെ ആ രേണുവിൻ്റെ വീഡിയോയും കൂടെ വെച്ച് തരാം. നിങ്ങളും ജസ്റ്റ് ഒന്ന് കുറച്ച് ഭാഗം ഒന്ന് കണ്ടു നോക്കേ. അഥവാ ഇനി എനിക്ക് എന്തെങ്കിലും സംഭവിച്ച ഈ പബ്ലിക്കിന്റെ മുന്നിൽ ഞാൻ വന്ന് പറയാണ്, എന്റെ കുഞ്ഞിനെ ഞാൻ എന്റെ പപ്പ തങ്കച്ചൻ PG, അതായത് ഋതുൽ ദാസിനെ തങ്കച്ചൻ PG, അല്ലെങ്കിൽ കുഞ്ഞുഞ്ഞമ്മ തങ്കച്ചനോ, അല്ലെങ്കിൽ എന്റെ ചേച്ചി രമ്യ ലിബുവിനെയോ, അല്ലെങ്കിൽ ലിബു എന്റെ ചേട്ടാപ്പി, ഇവരെ 4 പേരെ അല്ലാതെ ഞാൻ വേറെ ആരെയും ഏൽപ്പിക്കത്തില്ല. എനിക്കാരും വിശ്വാസമില്ല. എന്റെ കുഞ്ഞിനെ ഋതുൽ ദാസിനെ ഞാൻ ഈ 4 പേരെ മാത്രമേ ഏൽപ്പിക്കുള്ളൂ. എനിക്ക് എന്തെങ്കിലും ക്യാൻസർ വന്ന് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ 4 പേരായിരിക്കും എന്റെ കുഞ്ഞിനെ നോക്കേണ്ട ഉത്തരവാദിത്വം. ഞാൻ അവരെ ഏൽപ്പിക്കുകയാണ്. പബ്ലിക്കിന്റെ മുന്നിൽ ഞാൻ പറയാണ്, എന്റെ കുഞ്ഞിനെ അവര് 4 പേരല്ലാതെ വേറെ ആർക്കും ഞാൻ കൊടുക്കത്തില്ല എന്റെ കുഞ്ഞിനെ. ഞാൻ ക്യാൻസർ പേഷ്യന്റ് ആണല്ലോ. അപ്പം ഞാൻ മരിക്കും എന്ന് വിധി എഴുതുന്ന കുറച്ച് പേര് എനിക്ക് ചുറ്റുമുണ്ട്. അവരുമായിട്ട് കൂടിച്ചേർന്നാണ് നീക്കങ്ങൾ. അത് ഞാൻ ഇന്ന് രാവിലെയാണ് അറിഞ്ഞത്. എന്നെ വളരെയധികം വിഷമിപ്പിച്ചു. ഞാൻ ക്യാൻസർ പേഷ്യന്റ് ആണ്. അവന്റെ അമ്മ ഉടനെ മരിക്കും, ഞാൻ ഉടനെ മരിക്കും. പിന്നെ അവനാകെ അച്ഛൻ മരിച്ചുപോയി. അപ്പൊ അവകാശം ഞങ്ങൾക്ക് വേണമെന്ന് ഒരു കൂട്ടര്, ഞാൻ ഇന്നത് അറിഞ്ഞു, എന്നിൽ നിന്ന് അകറ്റിക്കൊണ്ടു പോകാൻ. ഞാൻ ആരാണെന്ന് എന്താണെന്ന് ഒന്നും പറയുന്നില്ല, ആരെയും കുറ്റപ്പെടുത്താനല്ല ഈ വീഡിയോ. നമ്മുടെ നോബൽ ഫിലിപ്പ് അമ്പലവല്ലി ബിഷപ്പ്, അദ്ദേഹം ഒരു പ്രീസ്റ്റ് ആണ്. എന്നെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ ഇന്റർവ്യൂവിൽ പറഞ്ഞു. സോ അദ്ദേഹത്തെ ഒരുപാട് പേര് കുറ്റം പറയുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അദ്ദേഹം ഒരു പ്രീസ്റ്റ് ആണ്. അദ്ദേഹം എന്തുമാകട്ടെ, എന്നെ പറ്റി സോഷ്യൽ മീഡിയയിൽ അദ്ദേഹവും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനും അദ്ദേഹത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടും സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിട്ടുള്ളതല്ലാതെ, കുറച്ച് വ്ളോഗേഴ്സ് അത് വലിയ കാര്യത്തിൽ എടുത്തിട്ടുള്ളതല്ലാതെ, ഞങ്ങൾ രണ്ടും ഇന്നീ നിമിഷം വരെ നേർക്കുനേരെ ഒരു നോട്ടം കൊണ്ടോ സംസാരം കൊണ്ടോ നേർക്കുനേരെ ഒന്നും ഞങ്ങൾ വിദ്വേഷത്തോടെ പെരുമാറിയിട്ടില്ല അദ്ദേഹത്തോട്. എനിക്ക് അസുഖമാണെന്ന് അറിഞ്ഞ് അദ്ദേഹം ഈ വീട്ടിൽ വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു ദൈവ പുരുഷനാണ്. ഓക്കെ, ഇവരെ 4 പേരെ അല്ലാതെ വേറെ ആരെയും ഏൽപ്പിക്കത്തില്ലെന്ന് രേണു പറയുന്നുണ്ട്. ഒരുപക്ഷെ നമുക്ക് അങ്ങനെയൊന്നും ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ചിലപ്പം നാളെ അവർ നോക്കിയെന്ന് വരാം, നോക്കിയില്ലെന്നും വരാം. ചിലപ്പം അവരെ വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന അവരായിരിക്കത്തില്ല നാളെ നോക്കുന്നത്, വേറെ ആരെങ്കിലും ആയിരിക്കാം നോക്കുന്നത്. ചിലപ്പോൾ കിച്ചു ആയിരിക്കാം നോക്കുന്നത്, ചിലപ്പം കൊല്ലസുധിയുടെ ഫാമിലി ആയിരിക്കാം നോക്കുന്നത്. അതുകൊണ്ട് നമുക്കൊരിക്കലും ഇന്നത്തെ കാലത്ത് ഒരിക്കലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇന്നെല്ലാവരും പൈസയ്ക്ക് പിറവെയും സ്വന്തങ്ങളും ബന്ധങ്ങളും ഒന്നും നോക്കാതെ, രക്തബന്ധം പോലും നോക്കാതെ പൈസയ്ക്ക് വേണ്ടിയിട്ടും ഒക്കെ ഇങ്ങനെ നടക്കുന്ന ഒരു കാലമാണ് അല്ലേ. അപ്പം അവരോധ കാര്യമായിട്ട് ചിലപ്പം രേണുസുധി ഇപ്പം
ജീവനോടുള്ളതുകൊണ്ടായിരിക്കാം രേണുസുതിയെ ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെടുന്നത്. രേണുസുതിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഫാമിലിയിലുള്ള ആളുകളൊക്കെ രേണുസുതിയെ താങ്ങി നിൽക്കുന്നത് രേണുസുതി ഉള്ളതുകൊണ്ടായിരിക്കാം. അതും അങ്ങനെയുണ്ട്. നാളെ രേണുസുതി ഇല്ലാതിരിക്കുന്നൊരവസ്ഥ ഒരു സമയത്ത് ഇവരൊക്കെ തിരിഞ്ഞ് പൊടി തട്ടിപ്പോകുന്നൊരു സിറ്റുവേഷനും അങ്ങനെയും വരാം. അപ്പോൾ അതൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ കുഞ്ഞുമായിട്ടുള്ളൊരു അവകാശം അത് കൊല്ലം സുധിയുടെ ഫാമിലിക്കുമുണ്ട്, ഈ പറഞ്ഞിട്ടുള്ള രേണുസുധിയുടെ ഫാമിലിക്കുമുണ്ട്. അത് നിയമപരമായിട്ട് കോടതി അതൊക്കെ ചെയ്യേണ്ട ഒരു കാര്യങ്ങളാണ്. കോടതി എന്നുള്ളൊരു ഉത്തരവുണ്ട്. അത് വെച്ചിട്ടാണ് പിന്നെ എന്തുകൊണ്ട് കുഞ്ഞിനെ അവിടെ കൊടുത്തുകൂടാ, എന്തുകൊണ്ട് അവർ നോക്കരുതെന്ന് പറഞ്ഞ് എന്നൊക്കെ ഉള്ളൊരു അതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ വെച്ചിട്ടാണ് പിന്നെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, കുഞ്ഞ് എവിടെ നിൽക്കണമെന്ന്. ഇനി ഞാൻ ഡോക്ടറുമായിട്ട് കുറച്ച് ചാറ്റ് നടത്തി. അതിലെനിക്ക് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞത്, ഞാൻ ചോദിച്ചു ഇതുപോലെ 4th സ്റ്റേജ് അതിൻ്റെ എത്രത്തോളം ഭീകരമാണ്, 4th സ്റ്റേജിൽ നിൽക്കുന്ന ഒരാൾക്ക് റിക്കവർ ചെയ്ത് തിരിച്ചു വരാൻ നമുക്ക് സാധിക്കുമോ എന്ന് ചോദിച്ചതിന് ഒരുപാട് കാര്യങ്ങൾ പുള്ളി എനിക്ക് മറുപടി പറഞ്ഞു. അതിൽ ഞാൻ കുറച്ച് ഭാഗം ഇവിടെ ഞാൻ വായിക്കാം. സ്തനാർബുദത്തിൻ്റെ 4ാം ഘട്ടം അഥവാ 4th സ്റ്റേജ്, മെറ്റാസ്റ്റാറ്റിക് സ്തനാർബുദം എന്നാണ് അതിന് പറയുന്നത്. ഗൗരവമായി കാണേണ്ട ഒരു അവസ്ഥ തന്നെയാണ്. ഇതിനർത്ഥം ക്യാൻസർ കോശങ്ങൾ സ്തനങ്ങളിൽ നിന്ന് ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക്, എല്ലുകൾ, ശ്വാസകോശം, കരൾ അല്ലെങ്കിൽ മസ്തിഷ്കം പോലുള്ള അവയവങ്ങളിലേക്ക് പടർന്നു പോകുന്നതായിട്ടാണ് പുള്ളി പറഞ്ഞേക്കുന്നത്. ഇവിടെ ഈ അവയവങ്ങളിലൊക്കെ ഇത് പടർന്ന് വ്യാപിച്ചു പോകും. എന്നാൽ ഭയപ്പെടേണ്ടതില്ല എന്നും പറയുന്നുണ്ട്. പഴയ കാലത്തെ അപേക്ഷിച്ച് ഇന്ന് ഭയപ്പെടേണ്ടതില്ല എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, പഴയ കാലത്തെ വെച്ചിട്ട് ഇന്ന് ഒരുപാട് ചികിത്സ സാങ്കേതിക വിദ്യകളൊക്കെ ഇന്ന് നിലവിലുണ്ട്, ചികിത്സാ രീതികളൊക്കെ. പക്ഷേ അവിടെയും ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ വേണം, ലക്ഷങ്ങൾ വേണം. എന്നാൽ ഭയപ്പെടേണ്ടതില്ല. പഴയ കാലത്തെ അപേക്ഷിച്ച് ഇന്ന് ഈ ഘട്ടത്തിലും ഫലപ്രദമായ ധാരാളം ചികിത്സകൾ ലഭ്യമാണ്. ഈ കാലത്തിൽ ക്യാൻസർ പൂർണ്ണമായി മാറ്റുക എന്ന പ്രയാസകരമാണെങ്കിലും കൃത്യമായ ചികിത്സയിലൂടെ ഇതിനെ നിയന്ത്രിച്ചു നിർത്താനും രോഗിയുടെ ആയുസ്സും ജീവിത നിലവാരവും ഉയർത്താനും സാധിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരിക്കലും വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് 4ാമത്തെ സ്റ്റേജ് ആയി കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് മാറ്റാൻ സാധിക്കത്തില്ല. പക്ഷേ ചികിത്സ കൊണ്ട് ഇത് കൺട്രോൾ ചെയ്ത് ഇതിനെ നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ് പറഞ്ഞത്. ഇന്നത്തെ കാലത്ത് ലഭ്യമായ പ്രധാന ചികിത്സകൾ ഇതിന് ലഭ്യമായ പ്രധാന ചികിത്സ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹോർമോൺ തെറാപ്പി ഉണ്ട്, അതുപോലെ ടാർഗറ്റഡ് തെറാപ്പി ഉണ്ട്, ഇമ്മ്യൂണോ തെറാപ്പി ഉണ്ട്, കീമോ തെറാപ്പി ഉണ്ട്. അപ്പം ഹോർമോൺ തെറാപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാൻസർ വളർച്ചയ്ക്ക് കാരണമാകുന്ന ഹോർമോണുകളെ തടയുന്നു. അടുത്തത് ടാർഗറ്റ് തെറാപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ കോശങ്ങളെ ബാധിക്കാതെ ക്യാൻസർ കോശങ്ങളെ മാത്രം ലക്ഷ്യം വെച്ച് നശിപ്പിക്കുന്ന അത്യാധുനിക ചികിത്സയാണ് ടാർഗറ്റ് തെറാപ്പി. ഇമ്മ്യൂണോ തെറാപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ച് ക്യാൻസറിനെതിരെ പോരാടാൻ സഹായിക്കുന്നു. കീമോ തെറാപ്പി ക്യാൻസർ കോശങ്ങളുടെ വളർച്ചയും വ്യാപനവും തടയാൻ സഹായിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഇതൊക്കെ വെച്ച് മനസ്സിലാക്കിയപ്പോഴത്തേക്ക് രേണുവിൻ്റെ 4th സ്റ്റേജാണ്. അപ്പം നമുക്ക് ചിന്തിക്കാനേ ഉള്ളൂ, അവരുടെ കണ്ടീഷൻ നല്ല മോശമാണ്. 4th സ്റ്റേജൊക്കെ എന്ന് പറയുകയാണെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള കോശങ്ങളിലേക്ക് പല അവയവങ്ങളിലേക്ക് അത് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ കണ്ടീഷൻ വളരെ മോശമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നാളെ ഒരു സമയത്ത് നമ്മൾ അതിനെപ്പറ്റി ഓർത്തിട്ട് നമ്മൾ ഇതാവരുത്. എനിക്കതേ പറയാനുള്ളൂ. എന്തെങ്കിലുമൊക്കെ ചെയ്ത് പോട്ടെ, എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവിച്ചു പോട്ടെ. ചില പൈസയ്ക്ക് വേണ്ടിയിട്ടായിരിക്കാം. ചിലപ്പം രേണു എന്നൊരാൾ എന്ന് വെച്ചാൽ സൈഡായി പോകരുത്. ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ഒരു ചർച്ചാ വിഷയമായിട്ട് നിൽക്കണം എന്നുള്ള അങ്ങനെ ഒരു ചിന്താഗതി കൊണ്ടായിരിക്കാം, എന്തൊക്കെയോ അവർ ചിന്തിച്ചു കൂട്ടുന്നു, കാണിച്ചു കൂട്ടുന്നു. അതിനെതിരെ ഇനിയെങ്കിൽ നമ്മളിങ്ങനെ സംസാരിച്ചു പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ വീണ്ടും അവരത് തുടരത്തേ ഉള്ളൂ. അതിനേക്കാൾ നല്ലത് അവരെന്തോ ചെയ്ത് പോട്ടെ എന്നുള്ളൊരു ധാരണയിൽ നമ്മൾ വിടുക. ഓക്കെ. 4ാം ഘട്ടത്തിലെത്തിയ സ്തനാർബുദം പൂർണ്ണമായി ഭേദമാക്കുക അഥവാ മുഴുവനായി മാറ്റുക എന്നത് നിലവിലെ സാഹചര്യത്തിൽ പ്രയാസകരമാണ്. ക്യാൻസർ കോശങ്ങൾ ശരീരത്തിൻ്റെ മറ്റ് അവയവങ്ങളിലേക്ക് പടർന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. എന്നാൽ ഇനി മാറ്റാൻ കഴിയില്ല എന്നതിനർത്ഥം ചികിത്സിക്കാൻ കഴിയില്ല എന്നല്ല. ഓക്കെ, അത് ഞാൻ വായിച്ചല്ലേ. ഓക്കെ, ചികിത്സയിലൂടെ നേടിയെടുക്കാൻ സാധിക്കുന്ന പ്രധാന കാര്യങ്ങൾ ഇവയാണ്. ക്യാൻസർ വളർച്ച തടയുക, വേദനയും
അസ്വസ്ഥതകളും കുറയ്ക്കുക, ആയുസ് വർദ്ധിപ്പിക്കുക. എന്നുവെച്ചാൽ ശരിയായ ചികിത്സയിലൂടെ രോഗിയുടെ ജീവിതകാലം ഒരുപാട് വർഷങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇത് സാധിക്കുന്നു എന്നാണ്. സ്തനാർബുദത്തിൻ്റെ 4ാം ഘട്ടത്തിൽ ചികിത്സയ്ക്ക് വലിയ തുക ചിലവ് വരാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. വലിയൊരു തുക തന്നെ ഇതിനകത്ത് നമുക്ക് ചിലവഴിക്കേണ്ടതായിട്ട് വരും. കാരണം 1-2 ദിവസമല്ല, മാസങ്ങളോളം വർഷങ്ങളോളം ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ചികിത്സിക്കേണ്ടതായിട്ടുണ്ട്. ചിലവ് കൂടാനുള്ള പ്രധാന കാരണം 4ാം ഘട്ടത്തിൻ്റെ ചികിത്സ മാസങ്ങളോ വർഷങ്ങളോ നീണ്ടു നിൽക്കുന്ന ഒന്നാണ്. ഒരു വിട്ടുമാറാത്ത രോഗം പോലെ നിയന്ത്രിച്ചു നിർത്തേണ്ട അവസ്ഥയാണ് എന്നതിലാണ്. ചിലവ് വളരെ കുറഞ്ഞ അവസ്ഥ മാസത്തിൽ 1500 തൊട്ട് 5000 വരെ വരാൻ ചാൻസ് ഉണ്ട്. ഇതിന് പ്രധാനമായും ഹോർമോൺ ഗുളികകളാണ് നൽകുക. ഇതിന് ചിലവ് വളരെ കുറവാണ്. കാരുണ്യ ഫാർമസികൾ വഴി വാങ്ങുമ്പോൾ കുറഞ്ഞ തുകയ്ക്ക് ഈ മരുന്നുകൾ ലഭിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കാരുണ്യ ഫാർമസി വഴി വാങ്ങുവാണെങ്കിൽ അതിനകത്ത് കുറച്ച് നമുക്ക് പൈസ ചിലവ് കുറവുണ്ടെന്നാണ് പറയുന്നത്. വർഷങ്ങളോളം ഈ ഗുളികകൾ മാത്രം കഴിച്ച് രോഗം നിയന്ത്രിച്ച് നിർത്താൻ പലർക്കും സാധിക്കാറുണ്ട്. ഇടത്തരം ചിലവ് വരുന്ന അവസ്ഥ മാസത്തിൽ 20,000 തൊട്ട് 40,000 രൂപ വരെ കീമോതെറാപ്പിക്ക് ആവശ്യമായി വരുന്നുണ്ടെന്നാണ് പറയുന്നത്. സാധാരണയായി 3 മുതൽ 6 മാസം വരെയുള്ള കാലയളവിൽ നിശ്ചിത ഇടവേളകളിൽ സൈക്കിൾ കീമോ നൽകുക. സ്വകാര്യ ആശുപത്രികളിൽ ഒരു സൈക്കിളിന് 15,000 മുതൽ 40,000 വരെയും ഈടാക്കുന്നുണ്ട്. വളരെ വലിയ ചിലവ് വരുന്ന അവസ്ഥ മാസത്തിൽ 50,000 മുതൽ ലക്ഷങ്ങൾ വരെയാണ്. ഓക്കെ, പൈസയുടെ ബുദ്ധിമുട്ട് എങ്ങനെ മറികടക്കാമെന്നും ഇതിനകത്ത് പറയുന്നുണ്ട്. പുള്ളി അയച്ചിട്ടുണ്ട്. പൈസയുടെ ബുദ്ധിമുട്ട് മറികടക്കാമെന്ന് വെച്ചാൽ സർക്കാർ ആശുപത്രികളിൽ ഈ പറഞ്ഞിട്ടുള്ള കാരുണ്യ ഇൻഷുറൻസ് വഴി അങ്ങനെയും വലിയ തുകകൾ നമുക്ക് അതിൻ്റെ കുറച്ച് ഡിസ്കൗണ്ട് നമുക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. അതൊക്കെ ചികിത്സിക്കുന്ന ഡോക്ടറുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ സംസാരിച്ച് കഴിഞ്ഞാൽ അതിനൊക്കെ നമുക്കൊരു ഇളവ് കിട്ടുമെന്നാണ് പറയുന്നത്. കുറച്ച് ഐഡിയാസ് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഷെയർ ചെയ്ത് തരുമെന്നാണ് പറയുന്നത് പൈസയുടെ കാര്യങ്ങൾക്ക്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പുള്ളി എനിക്ക് അയച്ചു തന്നു. ഞാൻ സംസാരിച്ചു. അപ്പോഴാണ് ഇതിൻ്റെ ഗൗരവത്തെ പറ്റിയിട്ട് ഞാനും ചിന്തിക്കാൻ തുടങ്ങിയത്. കാരണം അവരെന്തോ പറയട്ടെ, എന്തോ കാണിക്കട്ടെ. ഇപ്പോഴത്തെ ഒരു സ്റ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇച്ചിരി കൂടുതലായിട്ടുള്ളൊരു സ്റ്റേജ് തന്നെയാണ്. അത് ഒരുപക്ഷെ അവർക്ക് മനസ്സിലാവുന്നില്ലായിരിക്കാം. മനസ്സിലായാലും ഇനി അത് പ്രകടിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ എന്തായാലും രേണുവുമായിട്ട് ബന്ധപ്പെട്ട് ഇതെൻ്റെ ഒരു ലാസ്റ്റ് വീഡിയോ ആണ്. ഇനി ഞാൻ രേണുവുമായിട്ട് ബന്ധപ്പെട്ടൊരു കോണ്ടൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അവർ മുമ്പേ ഉള്ള വീഡിയോസിനകത്ത് ഞാൻ വിമർശിച്ചിട്ടുണ്ട്, ഒരുപാട് വിമർശിച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ വിമർശിച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു കോണ്ടൻറ്റ് ക്രിയേറ്റർ എന്ന നിലയ്ക്ക് സ്വാഭാവികമായിട്ടും എൻ്റെ വീഡിയോസ് കാണുന്ന ആളുകൾക്കറിയാം, ഒരു വീഡിയോസ് റിയാക്ഷൻ വീഡിയോസാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം പബ്ലിക്കിൽ കാണുന്നത് എടുക്കുന്നു, സംസാരിക്കുന്നു, റിയാക്ട് ചെയ്യുന്നു. അപ്പം എന്തായാലും ഇതിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പം എൻ്റെ വീഡിയോ കാണുന്നവർ ഉറപ്പായിട്ടും ഇപ്പോൾ രേണുവുമായിട്ട് കോണ്ടൻറ്റ് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യുക. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവരെ വഴിക്ക് വിടുക, അല്ലെങ്കിൽ അവരെ വിമർശിച്ചുകൊണ്ടിരിക്കുക. അപ്പം എനിക്ക് അത്രേ പറയാനുള്ളൂ. നമുക്കിപ്പോൾ ആരോടൊന്നും നീ അത് ചെയ്യണം അല്ലെങ്കിൽ നീ അത് ചെയ്യരുതെന്നും പറയാൻ പറ്റത്തില്ല. എല്ലാവരും അവരവരായ ഇഷ്ടങ്ങളിലാണ് കോണ്ടൻറ്റ് ചെയ്യുന്നത്, തിരഞ്ഞെടുക്കുന്നത്, സെലക്ട് ചെയ്യുന്നത്, റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം.